ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. സോ ലാസ്റ്റ് 2 ക്ലാസ്സുകളിൽ IATA ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന വ്യോമയാന മേഖലകളിലെ വലിയ കമ്പനികളുടെ ഒരു അസോസിയേഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യോമയാന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസോസിയേഷനെ പരിചയപ്പെടാം. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ICAO. About ICAO. ICAO അഥവാ International Civil Aviation Organization is funded and directed by 193 national governments to support their diplomacy and cooperation in air transport as signatory states to the Chicago Convention 1944. അപ്പം ICAO എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അത് ഫോം ചെയ്തത് 1944 ചിക്കാഗോ കൺവെൻഷൻ പ്രകാരമാണ്. ഇപ്പം ഏകദേശം 193 മെമ്പേഴ്സാണുള്ളത്, അല്ലെങ്കിൽ കൺട്രീസാണുള്ളത്. 1944 ചിക്കാഗോ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ICAO എന്ന് പറയുന്ന ഈ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട യോഗം നടക്കുകയും അതനുസരിച്ച് ഈ ഒരു കരാറിൽ അന്നവിടെ സന്നിഹിതരായിരുന്ന എല്ലാ രാജ്യങ്ങളും ഒപ്പുവയ്ക്കുകയും വഴിയാണ് ICAO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നിലയിൽ വരുന്നത്. 1944 എന്ന് പറയുമ്പോൾ അറ്റ് ദ പീക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് കോർ ഫങ്ഷൻ ഈസ് ടു മെയിൻറ്റെയിൻ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സ്പെർട്ട് ബ്യൂറോക്രസി. ദി ICAO സെക്രട്ടേറിയറ്റ് supporting these diplomatic interactions and to research new air transport policy and standardization innovations as directed and endorsed by governments through the ICAO Assembly or by the ICAO Council, which the Assembly elects. So ഈ ഓർഗനൈസേഷൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സ്പെർട്ട് ബ്യൂറോക്രസി. അതായത് ഭരണപരമായിട്ടുള്ള ഏറ്റവും മികച്ച അഡ്മിനിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് സപ്പോർട്ടിംഗ് ദീസ് ഡിപ്ലോമാറ്റിക് ഇൻ്ററാക്ഷൻസ് ആൻഡ് ടു റിസർച്ച് ന്യൂ എയർ ട്രാൻസ്പോർട്ട് പോളിസി. ഏറ്റവും നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് മേഖലയെ തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനേറ്റവും ഉതകുന്ന രീതിയിലുള്ള എയർ ട്രാൻസ്പോർട്ട് പോളിസീസ് ഫോം ചെയ്യാം. അതുപോലെ ഈ മേഖലയെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന രീതിയിൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്നത് ICAOയുടെ സെക്രട്ടേറിയറ്റ് ആണ്. ഓക്കെ, ഇനി ഇത് എൻഡോസ് ചെയ്യപ്പെടുന്നത് ICAO അസംബ്ലി, അതായത് സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനങ്ങൾ ഒപ്പുവെക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ദിശയിൽ എത്തിച്ചേരുന്നത് ICAO അസംബ്ലിയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ICAO കൗൺസിൽ, അല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അവരുടെ മീറ്റിങ്ങിനാണ് ICAO കൗൺസിൽ എന്ന് പറയുന്നത്. സോ ഇവരാണ് ഇതിൻ്റെ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്.
International Civil Aviation Organization is a specialized agency of United Nations. അപ്പോൾ നമുക്കറിയാം UN യുണൈറ്റഡ് നാഷൻസ് അതല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം UN ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട് വിവിധ മേഖലകളിൽ. UN പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായിട്ട് ഇപ്പം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ UN എല്ലാ മെമ്പർ കൺട്രീസിലെയും ആരോഗ്യ മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന UN ഒരു ഏജൻസിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമ്മുടെ ഈ കൊറോണ വൈറസ് ഈ ഒരു സ്പ്രെഡിൻ്റെ സമയത്ത് ഇപ്പോഴും വളരെയധികം വാർത്താ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വളരെയധികം വാർത്താ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന ഒരു UN ഏജൻസിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതുപോലെ FAO ഉണ്ട്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. പിന്നെ യുനിസെഫ് ഉണ്ട്, യുനെസ്കോ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏജൻസീസ് യുണൈറ്റഡ് നാഷൻസിനുണ്ട്. അതിൽ സിവിൽ ഏവിയേഷൻ്റെ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ഇറ്റ് ചേഞ്ചസ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻ്റർനാഷണൽ എയർ നാവിഗേഷൻ ആൻഡ് ഫോസ്റ്റേഴ്സ് the planning and development of international air transport to ensure safe and orderly growth. അപ്പോൾ ഇൻ്റർനാഷണൽ എയർ നാവിഗേഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അതുപോലെ ടെക്നിക്സ്, അതിനൂതനമായിട്ടുള്ള ടെക്നിക്സ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഇറ്റ് ഫോസ്റ്റേഴ്സ് ദ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് ടു എൻഷുർ സേഫ് ആൻഡ് ഓർഡർലി ഗ്രോത്ത്. അതുപോലെ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അന്താരാഷ്ട്ര വ്യോമഗതാഗതം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും നടത്തുക. ടു എൻഷുർ സേഫ് ആൻഡ് ഓർഡർലി ഗ്രോത്ത്, ഏറ്റവും സേഫായിട്ടുള്ള അതുപോലെ ഒരു ഓർഡർലി ആയിട്ടുള്ള ഗ്രോത്ത് ഈ വ്യോമയാന മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ICAO പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി കാർട്ടിയർ ഇൻ്റർനാഷണൽ ഓഫ് മോൺട്രിയൽ, ക്യൂബെക്, കാനഡ. അപ്പോൾ കാനഡയിലെ മോൺട്രിയൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ICAOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. As of April 2019, there are 193 ICAO members consisting of 192 of the 193 UN members, all about Liechtenstein, which lacks international airport, plus the Cook Islands. അപ്പം 192 കൺട്രീസ്, അതിൽ UN അംഗമായിട്ടുള്ള, അതായത് ഐക്യരാഷ്ട്രസഭയിൽ അംഗമായിട്ടുള്ള എല്ലാ അംഗങ്ങളും അല്ലെങ്കിൽ എല്ലാ അംഗരാജ്യങ്ങളും ICAOയിൽ സ്വാഭാവികമായിട്ടും അംഗങ്ങളാണ്. During World War II, it became apparent that aviation was the new backbone of the modern world. US forces used aircraft extensively throughout Europe during and after the war, and many aircraft operations served the military first and civil traffic second. Thus, it was decided that it would be best for civilian aviation management to resemble military administration as closely as possible, forcing the evolution of ICAN. അപ്പോൾ ഈ ICANൻ്റെ
രൂപീകരണവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞു 1944 വേൾഡ് വാറിൻ്റെ സമയത്താണ്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ് ICAN ഫോം ചെയ്യുന്നത്. അതിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ലോകം ചർച്ച ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വഴിവെച്ച കാരണം എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കി ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു നട്ടെല്ലാണ്, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ബാക്ക് ബോൺ ആവാൻ പോകുന്നത് തീർച്ചയായിട്ടും ഏവിയേഷനാണ്, ഏവിയേഷൻ സെക്ടറാണ്. പിന്നെ ആ സമയത്ത് US ഫോഴ്സസ്, അമേരിക്കൻ മിലിറ്ററി ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് യൂറോപ്പിലുടനീളം എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്യുകയുണ്ടായി. പിന്നെ ഈ പറയുന്ന പോലെ മിലിറ്ററി അവരുടെ ഓപ്പറേഷൻസ് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാനായിട്ട് ഉപയോഗിച്ച ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂസിങ് എയർക്രാഫ്റ്റ്സ് ആയിരുന്നു. So thus it was decided that it would be best for civilian aviation management to resemble military administration as closely as possible. അപ്പോൾ ഈ മിലിറ്ററി അധികൃതരാണ് സിവിൽ ഏവിയേഷൻ്റെ പ്രാധാന്യം ഈ ഒരു മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇതാണ് ഇനി അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൻ്റെ ഒരു നെടും തൂണാവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുകയും അപ്പം ഈ ഒരു മേഖലയിൽ വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ ശ്രമം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഈ ഒരു തോന്നലിൽ നിന്നാണ് ICAN ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ ICANൻ്റെ ഫോർമേഷന് കാരണമാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സ്ട്രെങ്തനിങ് സിവിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിവിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി, വ്യോമയാന മേഖലയിലെ അല്ലെങ്കിൽ മേഖലയെ ശക്തിപ്പെടുത്താനായിട്ടുള്ള വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരിക. അവരുടെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേഷന് ഒതുങ്ങുന്ന രീതിയിൽ പോളിസീസ് പ്ലാൻ ചെയ്യുക. പിന്നെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഒരു നിയമ സംവിധാനം കൊണ്ടുവരുന്നു. പിന്നെ ഈ മേഖലയിലെ സാമ്പത്തികമായിട്ടുള്ള പഠനത്തിന് വിധേയമാകുന്നു. സപ്പോർട്ട് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ICAO സ്റ്റാൻഡേർഡ്സ്, അപ്പോൾ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്ന സർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഈ എയർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ ഏറ്റവും ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ നടപ്പിലാക്കാനായിട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഓർ എയർപോർട്ട് മാസ്റ്റർ പ്ലാൻ, പിന്നെ വിവിധ രീതിയിലുള്ള ഈ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് എയർപോർട്ടുകൾ, വിവിധ രാജ്യങ്ങളിലെ എയർപോർട്ടുകളുടെ നിർമ്മാണം, അവയുടെ ഡെവലപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് രണ്ടാമത്തത്. സർവീസസ് ഓഫ് ഇൻ്റർനാഷണൽ കൺസൾട്ടൻസ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്, അപ്പം ഈ മേഖലകളിൽ എല്ലാ തരത്തിലുമുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് എല്ലാ തരത്തിലുള്ള അഡ്വൈസസ് കൊടുക്കാനായിട്ട് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യാം.
എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് സെൻറ്റേഴ്സ്. സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് സെൻറ്ററുകൾ സ്ഥാപിക്കുക, അവയുടെ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് അസസ്മെൻറ്റ്, ഈ മേഖലയിലെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആവശ്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ആവശ്യം മനസ്സിലാക്കിയിട്ട് അവരെ ഇൻഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാക്കുക. ട്രെയിനിങ് ലോക്കലി ആൻഡ് അബ്രോഡ്, ഇങ്ങനെ ഹയർ ചെയ്യുന്ന ആൾക്കാരെ ലോക്കലി, അതുപോലെ അതത് രാജ്യങ്ങളിലും, അതുപോലെ അവർക്ക് മറ്റ് രാജ്യങ്ങളിലും ട്രെയിനിങ് നൽകുക. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ്, ഈ മേഖലയിൽ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും സുഗമമായിട്ടുള്ള നടത്തിപ്പിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എയറോഡ്രോംസ്, അതായത് എയർപോർട്ടുകളുടെ വികസനം, എയർ നാവിഗേഷൻ സിസ്റ്റംസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഏറ്റവും നല്ല രീതിയിലുള്ള എയർ നാവിഗേഷൻ അല്ലെങ്കിൽ ഏറ്റവും നൂതനമായിട്ടുള്ള എയർ നാവിഗേഷൻ സിസ്റ്റംസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അവയുടെ ഡെവലപ്മെൻറ്റ്. പിന്നെ സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, എയർക്രാഫ്റ്റുകളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ്, അതുപോലെ എക്യുപ്മെൻറ്റ്, ഇവയുടെ ഡെവലപ്മെൻറ്റ്. പിന്നെ എയർപോർട്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം, നല്ല രീതിയിൽ എയർപോർട്ട് മാനേജ്മെൻറ്റ് നടപ്പിലാക്കാനുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ മെയിൻ്റനൻസ് പ്രോഗ്രാംസ്, ഓർഗനൈസേഷൻ, ദെൻ അപ്ഡേറ്റ്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസിനെ പറ്റിയിട്ട് എല്ലാവരെയും ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇനി പ്രൊമോഷൻ ഓഫ് ISAO SARPs, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻസ്. SARP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെക്കമെൻഡഡ് പ്രാക്ടീസസ്. അതിൽ വരുന്നത് പ്രൊമോഷൻ ഓഫ് യൂണിഫോം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ICAO സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെക്കമെൻഡഡ് പ്രാക്ടീസസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നേരത്തെ പറഞ്ഞു ICAOയുടെ സ്റ്റാൻഡേർഡ്സ്, ഈ മേഖലയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്താനും സേഫ്റ്റി, ഏറ്റവും സുഖമായിട്ടുള്ള സിവിൽ ഏവിയേഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുക. Projects implemented by TCB in compliance with the standard developed by ICAO SARPs, compliant technology guaranteed provision for remedial action. ഇനി ഈ സ്റ്റാൻഡേർഡ്സ് ഇത് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെമഡിയൽ ആക്ഷൻസ് കൊണ്ടുവരിക. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് റെമഡിയൽ ആക്ഷൻ അഡ്രസ്സിംഗ് ഡെഫിഷ്യൻസീസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ സിവിൽ ഏവിയേഷൻ വർക്കിംഗ് പ്രോസസ്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ മേഖലയിലുള്ള ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ കുറവുകൾ അല്ലെങ്കിൽ അപര്യാപ്തത പരിഹരിക്കാനുള്ള, അല്ലെങ്കിൽ അത് കണ്ടെത്തുക, എന്നിട്ട് അത് പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്ലാനുകൾ തയ്യാറാക്കുക, അവ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടീസ്. CAO ഡിറ്റർമിൻസ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഏവിയേഷൻ ഫ്രം കമ്മ്യൂണിക്കേഷൻ റൂൾസ്, നാവിഗേഷൻ, എയർ ട്രാഫിക് മാനേജ്മെൻറ്റ്, ആസ് വെൽ ആസ് സ്റ്റാൻഡേർഡ്സ് ഫോർ പാസ്പോർട്ട്സ്. അപ്പം സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏവിയേഷൻ ഏറ്റവും ക്വാളിറ്റിയിൽ, ഏറ്റവും സേഫായിട്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ റൂൾസ്,
അതുപോലെ നാവിഗേഷൻ, എയർ ട്രാഫിക് മാനേജ്മെൻറ്റ്, അതുപോലെ പാസ്പോർട്ട്സിൻ്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം. ഇതൊക്കെ തീരുമാനിക്കുന്നത് CAO ആണ്, അതായത് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. They also manage the measure units in aviation such as units of pressure, temperature, altitude and more. So all aircraft and operations are in synchronized no matter what country you are in. പിന്നെ ഇതിലെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള യൂണിറ്റ്സ് ഓഫ് പ്രഷർ, അതുപോലെ മർദ്ദം, ടെമ്പറേച്ചർ, അതുപോലെ ആൾട്ടിറ്റ്യൂഡ്, ഉയരം, പിന്നെ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷൻസും ഇത് സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് അതിന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ എല്ലാ എയർക്രാഫ്റ്റുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് എന്ന് ഉറപ്പ് വരുത്തുക. ICAO also chooses how big an airport needs to be to take particular aircraft. There are 6 levels of airport. Smallest A can only handle small prop planes and the biggest F can take 747s and A380s. അതുപോലെ ഏതൊക്കെ എയർക്രാഫ്റ്റുകൾ ഏതൊക്കെ എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്നതും ICAO ആണ്. അതായത് എയർപോർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച്, അതായത് സെർട്ടൻ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്മോളസ്റ്റ് എയർപോർട്ടുകളാണെങ്കിൽ, അതായത് ഏറ്റവും ചെറിയ വിമാനങ്ങൾ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുകയും അവ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉള്ളെങ്കിൽ അത് A കാറ്റഗറി എയർപോർട്ടാണ്. സ്മോൾ പ്രോപ്പ് പ്ലെയിൻസ് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബിഗ്ഗസ്റ്റ് F ആണ്. 747 അതുപോലെ A380 പോലുള്ള ഏറ്റവും വലിയ വിമാനങ്ങൾ വരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും സുഗമമായിട്ടുള്ള ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ നടത്താൻ പറ്റുന്ന എയർപോർട്ടുകൾ. അപ്പം ഇതൊക്കെ തീരുമാനിക്കുന്നതും ICAO ആണ്. ഓക്കെ, ഇനി ICAO issues airport codes to new and existing airports. IATA, another organization, also supplies codes, but this is only for airports that operate airline services. ICAO is for all airstrips, big or small. അതുപോലെ വിവിധ എയർപോർട്ടുകൾക്ക് കോഡുകൾ നൽകുന്നതും ICAO ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു IATA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, ഇവരും കോഡുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എയർലൈൻ ഓപ്പറേഷനുള്ള എയർപോർട്ടുകൾ മാത്രമാണ് ഇവർ കോഡ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം എല്ലാ തരത്തിലുമുള്ള ചെറിയ വലിയ ഓപ്പറേഷൻസ് നടത്താൻ പറ്റുന്ന എല്ലാ എയർപോർട്ടുകൾക്കും എയർപോർട്ട് കോഡ്സ് കൊടുക്കുന്നത് ICAO ആണ്. ICAO issues 3-letter airline codes used for radio designations. While these are sometimes similar to the IATA 2-letter codes you can see on a flight number QF001 example for Qantas, they can be very different when it comes to radio transmissions. അതുപോലെ നേരത്തെ എയർപോർട്ടുകൾ പറഞ്ഞു, ഇനി എയർലൈനുകൾക്ക് കോഡുകൾ കൊടുക്കുന്നു. ഇപ്പം ഇതുപോലെ എയർലൈനുകൾക്ക് IATAയും കോഡുകൾ കൊടുക്കുന്നുണ്ട്. അതും ഇഷ്യൂ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾക്കും കോഡുകൾ കൊടുക്കുന്നത്
അതൊക്കെ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വിവിധ തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾക്ക് അല്ലെങ്കിൽ എയർപോർട്ടുകൾക്ക് കോഡുകൾ കൊടുക്കുന്നത് ICAOയും അതുപോലെ IATA ചേർന്നാണ്. അതിൽ കുറച്ചുകൂടി കൂടുതൽ അധികാരങ്ങൾ ICAOയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. International Civil Aviation Organization. It is also helping the aviation industry face climate change. They are bringing together members and proposing various solutions such as different fuels to carbon offset schemes. ഇപ്പോൾ നമുക്കറിയാം അന്തരീക്ഷ മലിനീകരണം, എല്ലാ തരത്തിലുള്ള മലിനീകരണവും വളരെയധികം കൂടുന്നൊരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും എയർക്രാഫ്റ്റുകളുടെ ഈ ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മലിനീകരണം വലിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ കൺസേൺ ആണ്. പ്രത്യേകിച്ച് ഒരു UN ബോഡി ആയതുകൊണ്ട് തന്നെ ഈ അസോസിയേഷനിലുള്ള അല്ലെങ്കിൽ ഈ ഏജൻസിയിലുള്ള എല്ലാ മെമ്പർ കൺട്രീസിനെയും ഇതിനെ പറ്റിയിട്ട് ബോധവാന്മാരാക്കുകയും അതുപോലെ ഈ പറയുന്ന കാർബൺ എമിഷൻ, എഞ്ചിനുകളിൽ നിന്നുള്ള കാർബൺ എമിഷൻ മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടി, മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ICAO ആണ്. ഇനി ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ഉണ്ട്. ഡിസംബർ 7 എല്ലാ വർഷവും ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആചരിക്കുന്നത്. To help create and strengthen worldwide awareness about the importance of international civil aviation to the social and economic development of countries. അപ്പോൾ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ആചരിക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലോകത്തിൽ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷനെ പറ്റിയിട്ടുള്ള, അന്താരാഷ്ട്ര വ്യോമയാന ഗതാഗതത്തെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വ്യോമഗതാഗതത്തെ പറ്റിയിട്ടുള്ള അവെയർനെസ് അത് സ്ട്രെങ്തൻ ചെയ്യുക, അതുപോലെ അത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ്, വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകളെ പറ്റിയിട്ട് എല്ലാവരെയും ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. The day also aims to create awareness about the role of International Civil Aviation Organization in promoting safety, efficiency and regularity of international air transport. അതുപോലെ ഈ ഒരു മേഖലയിൽ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ വഹിക്കുന്ന പങ്കിനെ പറ്റിയും എല്ലാവരെയും ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എല്ലാ വർഷവും ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ ആചരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ICAOയുടെ കറൻറ്റ് സെക്രട്ടറി ജനറൽ ഫാങ് ലിയു എന്ന് പറയുന്ന ഒരു ചൈനീസ് ഒറിജിനാണ്. ഓക്കെ, അമേരിക്കക്കാരനാണ്, പക്ഷേ ചൈനീസ് ഒറിജിനാണ്. ഫാങ് ലിയു നേരത്തെ പറഞ്ഞു 193 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ അസോസിയേഷനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി, പിന്നെ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, എയിംസ്, ദെൻ ഫങ്ഷൻസ്, പിന്നെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ, ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.